സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ നാളെ രാത്രി വരെ 9 തീരദേശ ജില്ലകളിലുള്ള റെഡ് അലർട്ട് തുടരും. മഴ കനത്തതോടെ സംസ്ഥാന പാതയിൽ പലയിടത്തും ഇന്ന് വിള്ളലുകൾ രൂപപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടും. മെയ് 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 31-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരദേശത്ത് റെഡ് അലേർട്ടാണ്. 2 ദിവസമായി തുടരുന്ന മഴയിൽ സംസ്ഥാനത്താകെ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. വിവിധ ജില്ലകളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വീടുകൾക്കും വസ്തുവകകൾക്കും കേടുപാടുണ്ടാവുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 60 വീടുകൾ തകർന്നുവെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. തീരദേശത്ത് ശക്തമായ കാറ്റും വൻ തിരമാലകളും ജനജീവിതം ദുരിതത്തിലാക്കി. 6 മീറ്ററിലേറെ ഉയർന്ന തിരകൾ പലയിടത്തും 80 മീറ്റർ വരെ കരയിലേക്കെത്തി. കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ KSEBക്ക് 1.25 കോടിയുടെ നഷ്ടമുണ്ടായി. മലപ്പുറത്ത് ഇതുവരെ 144 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. മലപ്പുറത്ത് ഓടുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. എറണാകുളം ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 79 വീടുകൾ ഭാഗികമായും തകർന്നു. തൃശൂർ, ചാവക്കാട്, കുന്നംകുളം, മുകുന്ദപുരം താലൂക്കുകളിലായി 122 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. തോരാമഴയിൽ ദേശീയപാതയിൽ പലയിടത്തും വിള്ളൽ രൂപപ്പെട്ടു. കോഴിക്കോട് വടകര ദേശീയപാതയിൽ 10 മീറ്ററോളം ദൂരത്തിൽ വിള്ളൽ കണ്ടെത്തി. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ റോഡിന് മുകളിലെ ഭിത്തി ഇടിഞ്ഞു. കാസർഗോഡ് ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ ടാറിംഗ് പൂർത്തിയായ ഭാഗത്ത് വൻ ഗർത്തം രൂപപ്പെട്ടു. അപകടകരമായ നിലയിൽ നദികൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യത കണക്കിലെടുത്ത് റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല, കോരപ്പുഴ നദികളിൽ ഓറഞ്ച് അലേർട്ടും ഭാരതപ്പുഴ, കബനി, ഉപ്പള, പെരുമ്പ, വാമനപുരം നദികളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഭാരതപ്പുഴ, ചാലിയാർ, ചെറുപുഴ, ഇരുവഴിഞ്ഞിപ്പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.